ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്പേഴ്സിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട് അല്ലേ, 5,48,497 എന്ന സംഖ്യയിൽ 8ന്റെ സ്ഥാനവിലയെ മുഖവില കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നമ്പറിലെ 8ന്റെ സ്ഥാനവില എത്രയാണെന്നും മുഖവില എത്രയാണെന്നും ആദ്യം എടുത്തെഴുതണം. അത് കഴിഞ്ഞിട്ട് അത് തമ്മിൽ എന്ത് ചെയ്യണം, ഹരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരണഫലം എന്ന് പറഞ്ഞാൽ കോഷ്യന്റ് എത്ര കിട്ടും എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ, ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ 8ആണ് നമ്മുടെ പറഞ്ഞിരിക്കുന്ന സംഖ്യ. അപ്പോൾ ഈ 8ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് എത്ര വരും? 8ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 8 എഴുതിയിട്ട് എന്ത് ചെയ്യുക, 8 എന്ന് പറഞ്ഞാൽ ഏത് പ്ലേസിലാണെന്ന് നോക്കിയാലും മതി. 1s, 10s, 100, 1000. അപ്പോൾ 8 into 1000 ചെയ്ത് ആ വാല്യൂ വേണം സ്ഥാനവിലയായിട്ട് എടുക്കേണ്ടത്, എന്ന് വെച്ചാൽ 8000, 8000. ഓക്കെ അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഏത് ഡിജിറ്റാണോ പറയുന്നത് അതിന് മുമ്പിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അത്രയും 0 ഇട്ട് കൊടുത്താലും മതി. ഓക്കെ, ഇപ്പോൾ 8 ആണ് പറയുന്നതെങ്കിൽ 8ന്റെ ഫ്രണ്ടിൽ 3 ഡിജിറ്റ്സ് ആണ് ഉള്ളത്, അപ്പോൾ 3 0 കൊടുക്കുക. ഇപ്പം 5 ആണ് പറയുന്നതെങ്കിൽ 5ന് മുന്നിൽ 5 ഡിജിറ്റ് ആണുള്ളത്, അപ്പോൾ 5 zeros ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ വേണമെങ്കിലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ സ്ഥാനവില എഴുതി. ഇനി എന്താണ്, മുഖവിലയാണ് വേണ്ടത്. മുഖവില എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? 8 തന്നെ ആയിരിക്കും അല്ലേ. ഏത് ഡിജിറ്റാണോ പറയുന്നത് ആ ഡിജിറ്റ് തന്നെയാണ് അതിൻ്റെ മുഖവില എന്ന് പറയുന്നത്. ഇനി ഇത് തമ്മിൽ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ 8000 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ ഹരിക്കുമ്പോൾ എത്ര കിട്ടും നോക്കി. 8000 ഡിവൈഡ് ബൈ 8 എന്ന് പറയുമ്പോൾ എത്ര വരും? 1000. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.